താനൂർ മുക്കോലയിലെ വെള്ളക്കെട്ട് ദുരിതത്തിന് പരിഹാര നടപടികളായി. ഒട്ടുംപുറത്തെ അഴിമുറിക്കാൻ നടപടികൾ തുടങ്ങുന്നതായി താനൂർ നഗരസഭാ ചെയർപേഴ്സൺ നസ്ല ബഷീർ കേരള വിഷനോട് പറഞ്ഞു. ഇറിഗേഷൻ ഉദ്യോഗസ്ഥർ കടലുണ്ടിപ്പുഴയിലെ തടയണകൾ മുന്നറിയിപ്പില്ലാതെ തുറന്നതാണ് പ്രതിസന്ധിക്ക് കാരണമായതെന്നും അവർ പറഞ്ഞു. താനൂർ മുക്കോല പടിഞ്ഞാറെ ഭാഗത്തെ വീടുകളിൽ വെള്ളം കയറാനിടയായത് ഇറിഗേഷൻ അധികൃതരുടെ അനാസ്ഥ കൊണ്ടാണെന്ന് നഗരസഭാ അധ്യക്ഷ ആരോപിച്ചു. മുന്നറിയിപ്പില്ലാതെ തടയണകൾ തുറന്നതോടെയാണ് താഴ്ന്ന പ്രദേശമായ മുക്കോല പടിഞ്ഞാറ് ഭാഗത്ത് വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് രൂപപ്പെട്ടതും 50-ൽ അധികം കുടുംബങ്ങൾ വലിയ പ്രതിസന്ധി നേരിടേണ്ടി വന്നതും. ഇവിടുത്തെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ ഒട്ടുംപുറം അഴിമുഖത്തെ അഴിമുറിക്കുക എന്നത് മാത്രമാണ് പരിഹാരം. അതിനായി വില്ലേജ് ഓഫീസർ, തഹസിൽദാർ, കലക്ടർ എന്നിവർ ഉൾപ്പെടെയുള്ള അധികൃതരുമായി സംസാരിച്ച ശേഷം അനുമതി ലഭ്യമാക്കി നടപടികൾ തുടങ്ങിയിട്ടുണ്ടെന്നും നഗരസഭാ അധ്യക്ഷ നസ്ല ബഷീർ പറഞ്ഞു. ഇനിയുള്ള വർഷങ്ങളിലും ഇത്തരത്തിലുള്ള ഒരു സഡൻ സൊല്യൂഷൻ എന്നതിന് പകരം ഒരു എല്ലാ കാലത്തും ജനങ്ങൾക്ക് സമാധാനത്തോടു കൂടി ജീവിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക്, വെള്ളം കയറാത്ത ഒരു അവസ്ഥയിലേക്ക്, കുടിവെള്ളം ഉപ്പുവെള്ളം കയറാത്ത രീതിയിലുള്ള ഒരു അവസ്ഥയിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. അതിന് എല്ലാവിധ സപ്പോർട്ടും ഗവൺമെൻറ് തലത്തിലേക്ക് ഞങ്ങൾ ഇന്നലെ തന്നെ റിക്വസ്റ്റ് അയച്ചു കഴിഞ്ഞു. അവരുടെ ഭാഗത്തു നിന്നുകൂടി നമുക്ക് ഈ ഒരു കനോലി കനാലിനെയും തോടുകളെയും സംരക്ഷിക്കുന്ന തരത്തിലേക്കുള്ള ഒരു മാർഗം നമുക്ക് തരണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. മഴ ശക്തമാകാനിരിക്കെ ജനങ്ങളെ ദുരിതത്തിലാക്കുന്ന തരത്തിൽ മുന്നറിയിപ്പുകളില്ലാതെ ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ പെരുമാറരുത്. തടയണകൾ തുറക്കുന്നതിനു മുൻപായി ജനപ്രതിനിധികളെയും തദ്ദേശ സ്ഥാപനങ്ങളെയും യഥാസമയം വിവരമറിയിക്കാനുള്ള വിവേകം ഉദ്യോഗസ്ഥർ കാട്ടണമെന്നും നസ്ല ബഷീർ പറഞ്ഞു. കേരള വിഷൻ, താനൂർ.